ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു മിനിറ്റ് ഞാൻ ഇൻട്രോ എടുക്കട്ടെ, എന്നിട്ട് മീൻ്റെ ഷോ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഫാമിലി എല്ലാവരും എത്തിയിട്ടുണ്ട്. ഐ മീൻ നമ്മുടെ ശംഭു മക്കൾസ് എല്ലാം ഇവിടെ ഉണ്ടാവും. നമ്മുടെ ശംഭു മക്കളെന്ന് എല്ലാവരും ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തെങ്കിലും മാമയും കൂടി ശംഭു എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മച്ചനാണ് കേട്ടോ. അപ്പോൾ നമ്മള് വേണം വെച്ച് കൂടണം എന്ന് വിചാരിച്ച് കൂടിയതൊന്നുമല്ല, റാൻഡം ആയിട്ട് എല്ലാവരും ഒരുമിച്ച് വന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വല്യമ്മയ്ക്ക്, ഉണ്ണിച്ചക്കൻ്റെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ആദ്യ ആളാണ് വന്നത്. പിന്നെ ആ വല്യമ്മേനെ കാണാനും അങ്ങനെ ആയിട്ട് അങ്ങനെ കാണാനും അങ്ങനെ എല്ലാവരും കൂടി വന്നതാണ്. പിന്നെ അപ്പോൾ എല്ലാവരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തി. അപ്പോൾ മമ്മി വിളിച്ചു, മാമയും കൂടി വാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഒന്നും എത്തും. ഇന്ന് രാത്രി കേട്ടോ മാമിയും കുട്ടികളൊക്കെ വരിക. കാരണം അച്ഛനും കണ്ണനൊക്കെ എന്തുണ്ട്, ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ നേരെ വരും. അപ്പോൾ മീനുണ്ട്. അപ്പോൾ മീൻകാരി വന്നിട്ടുണ്ട്. എന്താ ചേച്ചി മീന് വില? മീന് ജസ്റ്റ് ഒരു 500 rupees ഉള്ളൂ. ഓക്കെ ചേച്ചി പൊക്കോളൂ, അങ്ങനെ ആ വഴിക്ക് 100 രൂപയ്ക്ക്. അത് എന്തിന്റെ സൗന്ദര്യം കണ്ടിട്ടാണോ? എന്റെ കുട്ടി സെലിബ്രിറ്റി ഇല്ലേ, അപ്പൊ ഞാൻ കുറച്ച് വില കുറച്ച് തരാണ്. അയിലമീൻ നല്ല ഫ്രഷ് അയിലമീൻ കൊറേ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഫ്രൈ ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും കാര്യമില്ല. അല്ല, നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ഇതാണ്. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കാര്യം തുറന്നു പറയും. നമ്മൾ മമ്മി വാവേനി മമ്മി ഞങ്ങളൊക്കെ ഇങ്ങനെ കൊഞ്ചിക്കണോ തുടങ്ങിയവരെന്നൊക്കെ അറിയും. പക്ഷെ നെവർ മൈൻഡ്, ഞങ്ങൾ ഇങ്ങനെയാണ്. അതെ, ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെയാണ്. ഞാൻ രാവിലെ ജസ്റ്റ് ഒന്ന് കരയേണ്ടി വന്നു. അപ്പോഴത്തേനും പൊതിഞ്ഞു എന്നെ സ്നേഹം കൊണ്ട്. മമ്മീനൊക്കെ ആൾക്കാര് മമ്മീനെ മണ്ടൊക്കെ അടിച്ച ആൾക്കാർ. അതത്രേ ഉള്ളൂ. ഞങ്ങള് ലവിങ് ഫാമിലിയാണ്. ഞങ്ങളല്ല ചേച്ചി, ഞാൻ പോയി കഴിക്കട്ടെ, ഞാൻ ഫുഡ് കഴിക്കട്ടെ. എന്താടാ അമ്പാടിക്കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കണ്? എന്നോട് ചെക്ക ഇങ്ങനെ നോക്കിയിരിക്കണ് കള്ളച്ചിരി കാണിച്ചിട്ട്? എന്റടാ ചെക്കൻ ജമ്മത്ത് നമ്മൾ അവൻ എത്ര സ്നേഹിച്ചാലും അവൻ ഉമ്മ തരില്ല കേട്ടോ. ബാക്കി എല്ലാം നമ്മളെ എല്ലാം അതെടുത്തിട്ടോ ഇതെടുത്തിട്ടോ എന്നൊക്കെ പറഞ്ഞ് അവൻ പാവം എല്ലാം ചെയ്യും കേട്ടോ. പക്ഷെ ഉമ്മ മാത്രം ആളുടെ നിന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സുന്ദരനാണേ, ഇൻട്രോവേർട്ടാണോ? ഇൻട്രോവേർട്ടാണോ? മടിയാണോ? പക്ഷെ അമ്പാടി എന്താ ആര്യൻസ്ബത്ത് ഫാമിലിയിൽ നീ തകർക്കുന്നുണ്ടല്ലോ. വീഡിയോയിൽ വരാൻ മടിയാണോ? അതെന്താ, ലുക്ക് പേടിച്ചിട്ടാണോ? ഇനി ഫാൻസ് കൂടുമെന്ന് പേടിച്ചിട്ടാണോ? അല്ലേ? ചേച്ചി ഒരു കാര്യം പറയട്ടെ, സുന്ദരനാണ് കേട്ടോ. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ ഉണ്ണിച്ചക്കനൊക്കെ വന്നിട്ടുണ്ട്. ഉണ്ണിച്ചക്കൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ണിച്ചക്കനും വല്യമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പുലർച്ചെയാണ് കേട്ടോ എത്തിയത്. അപ്പോൾ അവരൊക്കെ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് വരുന്നേയുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ വിക്കിയേട്ടനെയും ശിങ്കിരിനെയും വിജയ് ചേച്ചിനും പവി ചേച്ചി നമ്മുടെ തക്കുടൂനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അവർ മാത്രമേ ഇപ്പോൾ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്. പക്ഷേ എപ്പോഴും അതെ, ഇപ്പൊ ശംഭു മക്കൾസ് എല്ലാവരും ഉണ്ട്, പക്ഷെ പേരക്കുട്ടികളില്ല. അതാണ് ഒരു പ്രശ്നം. അവര് മാത്രമേ ഇല്ലാത്തുള്ളൂ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോഴൊക്കെ ഓരോ ആൾക്കാർ അവിടെയും ഇവിടെയൊക്കെ ചുരുണ്ടോടി ഇരിക്കുകയാണ്. എല്ലാവരും സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴാണ് മാമിയും എല്ലാവരും വരിക. അപ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുക. സോ ഇപ്പൊ കിച്ചു മുകളിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ അവനെ പോയി നമുക്ക് നീപ്പിക്കാം. കാരണം 10-11 മണിയായി. അവരിന്നലെ പാവം പുലർച്ചെയാണ് എത്തിയത്. കാരണം അവർക്കൊന്നും ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവില്ല. സോ എന്തായാലും പോയി നീപ്പിച്ചിട്ട് വരാം. അപ്പം എല്ലാവരും ഇരിക്കുമ്പോൾ ഒരു രസമല്ലേ. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോഴാണ് കേട്ടോ അവർ വന്നത്. അപ്പം തന്നെ എന്നെ ഇങ്ങനെ തോണ്ടണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഓൾറെഡി നല്ല ഉറക്കത്തിലാകുമ്പോൾ ഞാൻ നീക്കാറില്ല. അപ്പം ഞാൻ എന്നിട്ട് നീറ്റില്ല. ഞാൻ കണ്ടിട്ടില്ല അവനെ. ഹായ് കിച്ചു. ഹായ്. നീപ്പിക്കട്ടെ. ഏതാ മുട്ടിയുടെ കട്ടൊക്കെ? സീനായിട്ട് ഒന്ന് നീക്കി നോക്കട്ടെ.
സമയം 12 നീക്ക് മുടിയുടെ കട്ടൊക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് 4 ആളിനെ അറിയിക്കട്ടെ ആ ഒരു ഭംഗി. നീക്ക് ഇതൊന്നും മാറ്റിട്ട് കിടന്നൂടായിരുന്നോ? ഇവിടെ വാവല്ലേ കിടക്കണ്ടായിരുന്ന? രാവിലെ പോവാൻ വേണ്ടി നാളെ പോകുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോവുള്ളൂ. ചെക്കനവിടെ ഭയങ്കര ബിസി ഷെഡ്യൂളാണ് അല്ലേ? ഓക്കെ, എടാ അത് നേരെ ഇടടാ. അയ്യോ, ആളുടെ ഗ്ലാസ് കാണാതിരുന്നിട്ട് കുറച്ചേരം ആളങ്ങ് ടെൻഷനായി. ഞാൻ 2 ദിവസോ? അതെ അതെ, ഞാൻ മിസ്സായതല്ലേ, ഞാൻ എടുത്തു വെച്ചിരിക്കായിരുന്നു. ആള് ടെൻഷനായി. ഇന്നിപ്പോ ഞാൻ എടുത്തു. എന്താ അമ്മാതിരി തുള്ളലാണ് നീ ഇപ്പൊ തുള്ളിയത്? നല്ല പ്രോ ഡാൻസറാ ഗൈസ്. ക്ഷീണിച്ചോ? ഹായ് ചേട്ടാ. ഹായ് മോളെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, ശാന്തം. ചായ കുടിക്കണോ? രണ്ടുപേരെ വിളിക്കുന്നുണ്ട്. ഇവിടെ ഷൂട്ടിങ്ങിലാണ്. ഞങ്ങള് വീഡിയോ എടുത്തു. അവിടെ വേറെ വ്ളോഗർ പോയി. ഇവിടെ 2 വ്ളോഗറിന്റെ ഇടയ്ക്ക് നിന്നിട്ട് വീർപ്പ് മുട്ടുന്ന ഉണ്ണിച്ചക്കൻ 2 വ്ളോഗേഴ്സിന്റെ ഇടയില്. ഏട്ടന് തപ്പഴ നീറ്റ വരുന്ന. ഓക്കെ ഗൈസ്, ബൈ. അപ്പൊ മമ്മി ആണെങ്കിൽ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ബിക്കോസ് മമ്മി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, അങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിക്കരയാന്നുള്ള രീതിയിൽ. അപ്പൊ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേനും ഭയങ്കര വിഷമാണ് ആൾക്ക്. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ടാവും. പക്ഷെ വൈകിട്ടായിരിക്കട്ടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒട്ടും മറ്റെന്താ പറയുക, പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എല്ലാവരും എത്തി. നമ്മൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയോ മാസങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്യണം. ചില വട്ടം പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കാറുമില്ല. ബട്ട് ഇത് റാൻഡം ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് വന്നപ്പോൾ തന്നെ മമ്മിക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ, നമുക്ക് പണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതൊക്കെ ആയിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ വേണമെന്ന് എല്ലാവരുമായിട്ട് ഇരിക്കുന്നതാണ് മമ്മിക്ക് ഇഷ്ടം. അപ്പോൾ മമ്മിക്ക് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. സുന്ദരി, സന്തോഷായോ എല്ലാരും വന്നപ്പോ? ഉണ്ണിച്ചേക്കൻ വന്നപ്പോ സന്തോഷായോ? പക്ഷെ അത്ര സന്തോഷായിട്ടില്ല പ്രാവശ്യം ചേട്ടാ. കുറച്ച് കഴിഞ്ഞ് സന്തോഷിപ്പിക്കാല്ലേ? എന്തോ പറ്റിണ്ട് നമുക്ക് കുറച്ചുമ്പോ റെഡി ആക്കണം. അപ്പുറത്ത് 2 കാക്ക വന്നു, ബലിക്കാക്ക. അപ്പൊ എന്തൊക്കെയോ പറഞ്ഞ് മമ്മിയും കരഞ്ഞു, എന്നെയും കരയിപ്പിച്ചു. ഇതന്നെ മമ്മിയുടെ പണി എപ്പോഴും. പിന്നെയും കരയോ? അവരാ വന്നിട്ടുണ്ട് കേട്ടോ. ഇവര് നമ്മൾ ഗേറ്റ് ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. ആരും ഇറങ്ങുന്നില്ല. അയ്യോ. അപ്പൊ മാമിയും അമ്മമ്മയും അമ്മച്ചനും ആന്റിയും കണ്ണനും എല്ലാരും എത്തിയിട്ടുണ്ട്. ഹായ് മാമ. അവിടെ ഗ്ലാസ് തഴുത്തുമോ? ഹായ് ഹായ്. എല്ലാരും കൂട്ടിലിരിക്കണ പോലെ ഹായ് തരുന്നുണ്ട്. അയ്യോ, ഇങ്ങനെയാണോ വന്നേ? വിളിച്ചായിരുന്നെങ്കിൽ സുട്ടപ്പിനെ കൊണ്ട് ഞാൻ വരുമായിരുന്നല്ലോ. അയ്യാതെ കിടക്കുമായിരുന്നു, വരാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഇവരും കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആയി ഗൈസ്. നമ്മളുടെ വിജയ് ചേച്ചി മിക്കേട്ടനും മാത്രമേ ഇനി വരാനുള്ളൂ. നമുക്ക് ഉള്ളിൽ പോവാം. എല്ലാരും എത്തി. കണ്ണാ, ഹൗ ആർ യു ഡാ? താങ്ക് യു. ഒന്നും കൂടെ ഇതാ.
ഓക്കെ. ആന്റി കാലെങ്ങനുണ്ട്? നീരുണ്ട് അല്ലേ? കേറും, മെല്ലെ കേറും. അച്ചുക്കുട്ടി ഹായ്, മെല്ലെ. ഹായ് ഹായ് മാമ. എന്താ മുണ്ടൊക്കെ കൊടുത്തിട്ട് സുന്ദരനായിട്ടുണ്ടല്ലോ. ഓ സൂപ്പർ ആയിട്ടുണ്ട്. കേറെന്തായാലും ഉള്ളിക്ക്. അച്ചുട്ടിയ എന്താ നമ്മൾ ഹായ് പറ. ഹായ്. എല്ലാവരും നല്ല മണം. കുളിച്ചിട്ടല്ലേ വരുന്നത് ഇപ്പോ? നീ അല്ലെങ്കിലും നാച്ചുറൽ ബ്യൂട്ടി. നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? കണ്ടോ, മൊത്തം തിരക്കായി. ഈ ബഹളൊക്കെ ഒന്ന് കഴിയണം. ഇവിടെ ഫുൾ ബഹളായിരിക്കും ഗൈസ്. ഇവര് കൂടിയാ സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ ചെവി പൊട്ടും. അമ്മാതിരി ഉണ്ടോ അവിടെ സാരിയുടെ കളർ പറയല് തുടങ്ങി. ഒക്കെ കാണിച്ചു. ഇവിടെ ഒരാള് ഒന്നും മൈൻഡ് ചെയ്യാതെ നടക്കുന്നു. ഇവിടെ സ്നേഹപ്രകടനം തുടങ്ങി, വാരിക്കൊടുക്കൽ തുടങ്ങി. പിന്നെ മാമ ഇൻട്രോവേർട്ട് അല്ലേ? കണ്ണാ പനി മാറിയോടാ? താങ്ക് യു. പഴമുണ്ട് അല്ലേ? ഓ ഗുഡ് ഗേൾ. ആ കോൾഡായിരുന്നോ? മാറിയോ? ഈ ഷർട്ട് മാറ്റാറായില്ലേ? ഓക്കെ. അനുസരണയുള്ള പുത്രൻ അല്ലേ? അത്രേ ഉള്ളൂ. ഇവളെ ഞാൻ ചെറുപ്പത്തില് നല്ല കടിക്കായിരുന്നു കേട്ടോ. കടിച്ച് ഇതില് 2 ഡയറി മിൽക്ക് ഓറിയോ. ഞങ്ങളിവിടെ ഹൈറ്റ് നോക്കി കളിക്കാണ്. പക്ഷെ ഒരു പൊടിക്കും ഞാൻ തന്നെയാണ് കൂടുതൽ. പക്ഷെ കൂട്ടത്തില് ഗുണ്ട് എവിടെ? കൂട്ടത്തില് ഗുണ്ട് ഏറ്റവും മൂത്താള്. ചെറിയ ചെക്കനാണേ. 2 ദിവസം കഴിഞ്ഞിട്ടേ പോണുള്ളൂ. അതെ അതെ. ഇവളില്ലേ ചെറുപ്പത്തിൽ നമ്മളെ കുറേ കടിക്കും കേട്ടോ. കടിച്ച് ഞാൻ കരയിപ്പിക്കും ചെറുപ്പത്തില്. അപ്പൊ എന്നോട് പറയും വേണ്ട ചേച്ചി എന്നെ കടിക്കണ്ട, എനിക്ക് അത്രയും വേനിക്കുന്നുണ്ട് ഇതൊക്കെ കരഞ്ഞ് പറയും. അപ്പോഴും എനിക്ക് കടിക്കുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇവളെ ഇങ്ങനെ കടിച്ചോണ്ടിരിക്കും. ഇപ്പൊ വലുതായപ്പോ ഞാൻ കടിക്കൽ നിർത്തി, കാരണം ആ ചബ്ബി ഫേസ് ഒക്കെ പോയല്ലോ. അപ്പൊ അവള് വലുതായപ്പോ എന്നോട് വന്ന് പറയണം ചേച്ചി ഞാൻ ഉമ്മ കൊടുക്കും കേട്ടോ. ഉമ്മ കൊടുത്തു കഴിഞ്ഞിട്ട് അവള് പറയും ചേച്ചി കടിക്കുന്നു. അപ്പൊ അവൾക്ക് കടിക്കണം. ഒരു 1 കടിയൊക്കെ കൊടുത്തു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. പക്ഷെ ഇപ്പോഴും നല്ല ചബ്ബി ഫേസ് ആ ടച്ചോട്ടിയുടെ. അച്ചു എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്തതാണ്. അവള് റഫായിട്ട് വെറുതെ ഒരെണ്ണം ചെയ്തപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് 2 സൈഡ് ക്ലിപ്പൊക്കെ വെച്ച് ചെയ്യാം. അവള് സ്റ്റൈൽ ചെയ്താണ്. എങ്ങനെ ഉണ്ടായിട്ടാ? സൂപ്പർ. ഇവിടെ കാണിച്ചോ അപ്കമിങ് പോവാ. വീട്ടിലൊരു കളിയില്ല ഞങ്ങള് എപ്പോഴും ഇതാണ്. എന്റെ പൊന്നിട്ട് മേമ എപ്പോഴും ബീഫ് ഫ്രൈ വെക്കുമ്പോ മേമയുടെ ബീഫ് ഫ്രൈ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടാവും. കളറൊക്കെ ബ്ലാക്ക് ആയിട്ട്. അപ്പൊ എനിക്ക് കഴിക്കാൻ എപ്പോഴും ആഗ്രഹമായിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നപ്പോ എനിക്ക് വേണ്ടി മേമ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി എനിക്ക് കഴിക്കാൻ തന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. വേണ്ട തൈര് ഒഴിക്കണ്ട. അപ്പൊ തൽക്കാലം എങ്ങനെ കഴിച്ചാൽ മതി. അപ്പൊ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. താങ്ക് യു. ഓ കുട്ടിക്ക് വേണ്ടി വെച്ചതാണ്. ശരി ഉണ്ണിക്ക് കൊടുത്തിട്ട് എന്നിട്ട് വേഗം കഴിച്ചോ. എന്താ പിന്നെ എന്റെ അച്ഛമോൾക്ക് വേണ്ടി വെച്ചതാ. എന്റെ അച്ഛമോള് വെച്ചിട്ട് മമ്മി വെച്ചതാ. കുഞ്ഞാവയ്ക്ക് അച്ചുട്ടിക്ക് ആരെയും കൂടുതൽ ഇഷ്ടം? ഇതൊന്നും തല്ലി പറയിപ്പിക്കണല്ല കേട്ടോ. അത് പറയാൻ പറ്റില്ല. അല്ല പറയാ അങ്ങനെ പറയാൻ പറ്റില്ല. അത് അങ്ങനെ പറയാം. അതെ അതെ. നമ്മള് അവസ്ഥ അറിഞ്ഞിട്ട് മാറ്റൂലേ. ഈ വാണ്ടീന് അവസ്ഥ അല്ല ചേച്ചിനെ പറഞ്ഞു അറിയാണ്ട്. അപ്പൊ ചേച്ചി ബാത്റൂമിൽ അതെ
അല്ലേ ഇനി ആന്റിമാരനും പറയുമ്പോ മാറ്റുമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ മാറ്റില്ല. പിന്നെ വീട് കൊടുക്കായിരുന്നു കേട്ടോ അവള്. കണ്ണപ്പൂ വാ വാ. ശരി. കണ്ണൻകുട്ടിക്ക് ആന്റിമാരിലായിരുന്നു ഇഷ്ടം. ഏതാന്റീനെ? അത് എന്തവരെല്ലാരും ഇങ്ങനെ ചോദിക്കുന്നതിന് കണ്ണ അതൊക്കെ നമ്മളോട് കൂടി ചോദിക്കാം. മേമി വല്യമ്മമാരിലായിരുന്നു കൂടുതൽ ഇഷ്ടം. എല്ലാരും എന്നെ പറയണ ഞാൻ എല്ലാരും ഇങ്ങനെ അല്ല എല്ലാരും ഇങ്ങനെ പറഞ്ഞു. ഞാൻ എല്ലാരും ഇങ്ങനെ പറയണത് ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നല്ല കേട്ടോ. സത്യമായിട്ട് ഞങ്ങളുടെ മേമ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബെസ്റ്റ് ആണ്, ബെസ്റ്റിയാണ്. മക്കളോട് മൈൻഡില്ല. അതായത് മേമയുടെ സ്ഥാനമല്ല ഞങ്ങൾക്ക്, വേറെ എന്തെങ്കിലും അല്ലേ എന്റെ കുട്ടികള് വരുള്ളൂ. മേമയുടെ സ്ഥാനമല്ല, ഒരു ഫ്രണ്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ മേമയോട് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറഞ്ഞിട്ട് പോയാ മതി. അവിടുന്ന് പിച്ചതായിരുന്നു തരാം, എല്ലാം കഴിഞ്ഞിട്ട് തരാം. പറ അങ്ങോട്ട് നിൽക്കാം. എനിക്ക് ടൈമില്ല. ആ കുട്ടി അങ്ങോട്ട് ചെയ്യാനുള്ളതാണ്. ഞാൻ വിചാരിച്ചു അവനെ പറയുന്ന എന്തത്ര പറയാൻ വയ്ക്കണേന്ന് വിചാരിച്ചു. ഓണിച്ചങ്ങനെ വിളിക്കുന്നേ, ഓണിച്ചങ്ങനെ വിളിക്കും. അച്ഛൻ തന്നേരം പറഞ്ഞില്ലേ ഈ നിമിഷത്തില് എന്റെ വിക്കിനെ മിസ് ചെയ്യണോ, വിജിതക്കുട്ടീനെ മിസ് ചെയ്യണോ, സനുക്കുട്ടനെ മിസ് ചെയ്യണോ, പവീനെ മിസ് ചെയ്യണോ, എല്ലാവരും മിസ് ചെയ്യണോ. ഞങ്ങളൊരു വീഡിയോ എടുക്കായിരുന്നു. അപ്പൊ ഉണ്ണിക്ക് എന്തോ ഒരു സാധനം വേണം. അപ്പൊ അത് എടുക്കാൻ പോകാൻ വേണ്ടി തെരയുമ്പോഴേക്കും അമ്പാടി പോയി ചോദിച്ചു. അമ്പാടി പോയി അങ്ങനെയല്ല, ഞാനൊരു സാധനം സ്റ്റേജ് പറഞ്ഞിട്ട് ഒരു സാധനം ഇങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് അവരോട് പറഞ്ഞപ്പോ എന്താ ഇവരൊക്കെ പറഞ്ഞു ഇല്ല എനിക്ക് വയ്യ എനിക്ക് വയ്യ. ഞാൻ അമ്പാടി ചോദിച്ചു, അമ്പാടി എടുത്തിട്ട് ചോദിച്ചപ്പോ ആ ഒരുമിക്കാണ് അവിടെ എത്തി. പക്ഷെ അവരെന്താ എടുക്കേണ്ടത് കൂടി അറിയില്ല. ശരി ശരി. നമ്മളൊരു വീഡിയോ എടുക്കുമായിരുന്നു. ക്യാമറാമാൻ കിച്ചുവിന്, അപ്പം 2 ആക്ട്രസ്. അല്ല എടുത്തിട്ട് വരുമെന്ന് ചോദിച്ചു. എന്തെങ്ങനെ നടക്കണ അവള് എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല, വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല. ഇങ്ങനെ പോയാലേ എക്സൈറ്റ്മെന്റ് അവിടെ ഉണ്ടാവും. നീ പെർഫ്യൂം ഒക്കെ അടിച്ചു പോയി. ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. അച്ചു എന്റെ അമ്മ ഇരുന്നു കഴിക്കാൻ, എനിക്ക് എന്നെ ഊട്ടിയിട്ട് അമ്മ ഇരുന്നു അല്ലേ. എങ്ങനെയുണ്ട് ചുട്ടി? ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പൊ വാവുക്കുട്ടീനെ, പക്ഷെ വാവുക്കുട്ടീനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആദ്യം സ്കൂട്ടിയിൽ ഉണ്ണിച്ചക്കം കൊണ്ടാക്കാന്നാ വിചാരിച്ച്, പിന്നെ പ്ലാൻ മാറ്റി കേട്ടോ. പിന്നെ സുട്ടപ്പനിൽ കൊണ്ടാക്കാ പറഞ്ഞിട്ട് ഉണ്ണിക്ക് വേഗം ഫുഡ് വാരി കൊടുക്കണം. വാക്കുട്ടിക്ക് പുതിയ പേരിട്ടു, കച്ചറപ്പുള്ളി. എനിക്ക് നിങ്ങൾ പ്രിന്റ് തരണ്ട, ഞാൻ പ്രിന്റ് തന്നു. ലിപ്സ്റ്റിക് പ്രിന്റ് മതി, കാര്യമൊന്നും വേണ്ട. നോക്കി ഞാൻ ഇപ്പൊ വരില്ലേ, ഉപയോഗിക്കുന്നുണ്ട്. ലിപ്സ്റ്റിക് ബാബുവാ പോയി പൊളിച്ചിട്ട് അങ്ങോട്ട് വായോ. ഓക്കേ. എനിക്കും വന്നിട്ടില്ല, നിനച്ചും വരാണ്ട് ഞാൻ ഇവിടുന്ന് പോവോ? എല്ലാരോടും പറഞ്ഞു പൊക്ക, എല്ലാരോടും പറയേ. എല്ലാവരും പോയിട്ട് വരാം. ബാബ സ്കൂളിൽ പോയേ തുടങ്ങും വിറ്റങ്ങളുടെ പരാതി. അപ്പോൾ പ്രാർത്ഥിക്കണം ശരി മാറും കേട്ടോ. 3 ആളും മൂത്ത ആളാണ്, രണ്ടാമത്തെ ആളാണ്, മൂന്നാമത്തെ ആള് ഉണ്ണിച്ചക്കന്റെ അതിന്റെ അടിയത്തെ. അല്ല മാമനെ കാണിച്ചില്ല, സോറി. അവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും അടിയത്തെ ആള്. അതാണ് ഈ ചകണ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. അപ്പൊ
ഉണ്ണി അവിടെ പോയിരിക്കണ്ടോ? മണം പിടിക്കാൻ അപ്പൊ ഉണ്ണി അവിടെ പോയിരിക്കണ്ട കേട്ടാ. എന്റെ അനിയത്തി ഫ്രീ കേട്ടില്ലേ? അതെ ഞങ്ങൾക്ക് ഇത്ര പാരമ്പര്യമില്ല. എന്താ തലമുറ ഞങ്ങൾക്ക് ഇത്ര വലിയ ചേച്ചിന്റെ അടുത്ത് ചെറിയ സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, ഇതിവിടെ ഉള്ളത് 1 2 3 മാമയും കൂടി മിസ്സിംഗ് ഉണ്ട്. മാമയ്ക്ക് വയ്യ, അതുകൊണ്ട് മാമൻ കിടക്കാം. മാമ ഉള്ളിലാണ്. പിന്നെ മമ്മിയുടെ 2 മക്കളുണ്ട്. 1 2 3 4 4 പേരുണ്ട്. ഇതൊരു തലമുറ. ഈ 4 തലങ്ങളാണ് ഒരു തലമുറ. വേറെ തലമുറ ഓടിക്കളിക്കുന്നുണ്ട് അവിടെ. വേറെ കുറെ ഉണ്ട്. അഞ്ഞിപ്പോ അവിടെ ചെക്കൻ room. കണ്ണൻ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. എന്തോ കണ്ണൻ വേണം. ഇത് മൂത്ത ചേച്ചി, ഇത് 2ാമത്തെ ചേച്ചി, ഇത് 3ാമത്തെ ചേച്ചി, ഇതിന്റെ മോള്, ഇതിന്റെ ചെറുത്, മൂത്ത മോള് ഇതിന്റെ 2ാമത്തെ ചേച്ചിയുടെ മോളാട്ടോ. ഈ 2ാമത്തെ ചേച്ചീനെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. 2 വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആള് വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ അവതരിക്കുള്ളൂ, അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. ആ ചേച്ചിയുടെ മോളാണ് ഈ കുട്ടി. ഇതൊക്കെ നിങ്ങൾ ഓണത്തിനും വിഷുവിനൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയം ഉണ്ടാവും. ബട്ട് ഈ വല്യമ്മ ഇടയ്ക്ക് അതെ ഉണ്ണിച്ചക്കന്റെ അമ്മ ഫേമസ് ആണ്. ഉണ്ണിച്ചേക്കൻ പിന്നെ ഉണ്ണിച്ചേക്കന്റെ മമ്മിക്ക് എന്താ അസുഖം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു ശ്വാസം മുട്ടും മറ്റേ ന്യൂമോണിയയുടെ പോലെയൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെയാ സുഖം ഉണ്ടായിരുന്നേ. അങ്ങനെയൊക്കെ എന്തൊക്കെയാ ഇവിടേക്ക് വരുമ്പോ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടറിയാം. ഞങ്ങൾ സെറ്റാക്കി. ആരെ സെറ്റാക്കി? അമേരിക്കൻ ഉണ്ണി. ഞങ്ങൾ അങ്ങനെ കോളേജിൽ പോയി മഞ്ചൊക്കെ കൊണ്ടുവരും രാത്രി വരുമ്പോ അത് വെച്ച് സെറ്റാവും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ ഇത് എന്റെ അമ്മ, നിങ്ങൾക്കൊക്കെ അറിയാം, എന്റെ മൂത്ത ചേച്ചിയാണ്. പക്ഷെ ഞാൻ അമ്മന്നേ പറയുള്ളൂ. അയ്യോ എന്റെ പൊന്നു. അപ്പൊ നമ്മുടെ വിക്കി വിജിതയൊക്കെ മിസ്സിംഗ് ആണ് ഇല്ലേ? വിക്കി ഗൾഫിൽ പോയിട്ടോ. വിക്കി ഇപ്പോ കുവൈത്തിലാണ്. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള്. ഇതാണ് അച്ചുട്ടി. അച്ചുട്ടിയുടെ വായിലെന്താ ഇറക്ക് വിഴുങ്ങ്. ഓക്കെ. അപ്പൊ ഇത് 3 ചേച്ചിമാരില് ആകെയുള്ള ഒരു നാത്തൂനാണ്. ഒരേ ഒരാളാണുള്ളത്. അപ്പൊ ബാഗ് പിടിച്ചത് കാര്യമില്ല, അത് ഞാൻ കൊണ്ടുപോകും. അപ്പൊ ഇതാണ് എന്റെ ഫാമിലി. എന്റെ മൂത്ത ചേച്ചി, അത് 2ാമത്തെ ചേച്ചി, 3ാമത്തെ ചേച്ചി, 4ാമത്തെ ഒരു ഏട്ടനാണ്, 5ാമത്തത് ഞാന്. ഞങ്ങളൊക്കെ ആകെയുള്ള ഒരു ഓമന ഒരേ ഒരു നാത്തൂന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ചേച്ചി നട്ട വിളിക്കാം. ഞാനൊരു ഏടത്തിയം വന്നാൽ പോലും വിളിക്കില്ല. ഞങ്ങൾ തമ്മിൽ അത്രയും ബന്ധമാണ്. പിന്നെ അച്ചുവിന്റെ വലിയ കുട്ടിയായ ചടങ്ങിന് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ട് എന്താ പറയുക, എന്താണ് ഞാനില്ലാണ്ട് ജീവിതം ഇല്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി. അതെ. അപ്പൊ ഇതാണ് കേട്ടോ, ഞാൻ എന്റെ പേരാണ് ഉണ്ണിയോടെ ചെന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ 5 പേരും, പിന്നെ ചേച്ചിന് ഞങ്ങൾ വേറെ പുറത്തൊരാളായിട്ട് കണ്ടിട്ടില്ല. നമ്മളുടെ ഫാമിലിയിലെ ഒരാള്, എന്റെ ചേച്ചിമാരെ പോലെ ഒരാളായിട്ട് തന്നെ ഞാൻ കണ്ടേക്കുന്നു കേട്ടോ. അത് അല്ലാണ്ട് നാത്തൂൻ അങ്ങനത്തെ ഒരു ഇതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല, ഒരിക്കലും കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ഫൈറ്റൊക്കെ ഉണ്ടാക്കും ഇടയ്ക്ക്. പറഞ്ഞു പറയിപ്പിച്ചാണോ ചേച്ചി? ഞാൻ പറഞ്ഞു പറയിപ്പിക്കണം. അല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇനി നിങ്ങൾക്ക് നിക്ക്. അപ്പൊ ഇങ്ങനെ 5 പേരും നമ്മൾ ഒരുമിച്ച് ഒരു ഫ്രെയിമില് നമ്മൾ ഉണ്ണിവ വ്ളോഗ്സിന്റെ ചാനൽ ഇതുവരെ ഇട്ടിട്ടില്ല. അല്ല, ആ ഇടയിലുള്ള ആൾ എന്നും മിസ്സിംഗ് ആയിരിക്കും കേട്ടോ. സൂപ്പർ ഫ്രെയിം, നല്ല രസമുണ്ട്. പക്ഷെ മമ്മി ഇവിടെ ഇരിക്കേണ്ടിയിരുന്നത് ഹൈറ്റ് ഓർഡറില്. ഇവരൊക്കെയാണ്. അപ്പൊ ഉണ്ണിവാവ വ്ളോഗ്സിൽ എല്ലാരും കണ്ടിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ എല്ലാരും ഒരുമിച്ച് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാരും ഒരു ഹൈ പറഞ്ഞേ ഒരുമിച്ച്. നീ മാറി നിക്കങ്ങട്.
രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, ഇളയത്. അതിന്റെ എല്ലാവിധ കുരുത്തദോഷം മമ്മിക്ക് അതിന്റെ എല്ലാവിധ ചെറിയ ചെറിയ കുരുത്തക്കേട് മമ്മിക്ക് ഉണ്ട്. കുഴപ്പമില്ല. പിന്നെ മമ്മി പിന്നെയും ബ്ലാക്ക് മെയിലിങ് ചേച്ചി പറയട്ടെ ഞാൻ പാവല്ലേന്ന്. പാവാണോ? അതും പറഞ്ഞു പറയിപ്പിച്ച പോലെയായി. തല്ലൊക്കെ ഉണ്ടാക്കും, ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കും. ഇനി മാമ ഞങ്ങളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്താന്നറിയോ, മമ്മി കൊറേ കഥകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും പണ്ടത്തെ. അതിൽ ഓരോ ദിവസത്തെ സീരീസ്, പാമ്പുകൾക്ക് വാള, അതൊക്കെ ഞങ്ങൾ ഇറക്കുന്നുണ്ട് സീരീസ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ പോകുന്നു. ഇവരൊക്കെ പോയിട്ട് വരാം. ഇവരൊക്കെ വന്ന ടൈമിൽ തന്നെ ഞാൻ ട്രിപ്പ് പോകുന്നത്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ദിവസമാണ് ഡേറ്റ് വന്നത്. അതെ, അതല്ല എല്ലാരും വന്നിട്ട് കുട്ടിക്ക് കോളേജും അതും ഇതൊക്കെ ആയിട്ട് അവൾക്ക് വീട്ടിലിരിക്കാനേ പറ്റിയിട്ടില്ല. സോ ബൈ ദ ബൈ വാവേ, കിസ്സസ്. ഉമ്മ കൊടുത്ത് ക്ഷണിച്ചു. ഒരു 1000 കൊടുത്തിട്ടില്ല. ആൾക്കാരിന് പറയുന്നത് ഉമ്മ ബ്ലോഗാണോ? ഞങ്ങള് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ ഉമ്മയിലാണ്. ഞങ്ങൾ നല്ല ക്ലോസ് ഫാമിലി. എനിക്ക് എന്താ മേടിച്ചത്? ഞാൻ പറഞ്ഞ എന്റെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞിട്ട് ഇവിടെ കിട്ടുന്ന 10 രൂപ സാധനം അവിടെ വിൽക്കാറുണ്ട്. അപ്പൊ നമുക്കാണെങ്കിൽ ഇവിടെ മേടിച്ചതായിരുന്നു. ഞാനില്ലേ മേടിച്ചത് എന്താ പറയുക നോക്കി പോട്ടാ. പൈസ ഒക്കെ സൂക്ഷിച്ച് എന്തെങ്കിലും പോകുമ്പോ സ്നാക്സ് വാങ്ങിച്ചോ. ഇതാണ് ഫ്രൈ. അതെ, ഒരു ഫാമിലി. അതെ. എന്താ ഈ ഒരു സമയത്ത് പറയാൻ തോന്നുന്നത്? സമയത്ത് പറയാനുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സമയത്ത് പറയാനുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ എല്ലാവരും ഭാഗ്യവാനും ഭാഗ്യവതിയും ഭാഗ്യവാനുമാണ്. അച്ഛനും അമ്മയുടെയും മക്കളായിട്ട് ജനിച്ചതിൽ ഞങ്ങളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നല്ലൊരു 2 പാവങ്ങളാണ്. ഇവരുടെ ഒരു മക്കൾ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും നമുക്ക് കുറെ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊഴിച്ചാൽ ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജീവിച്ചിരുന്നത്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു കുടുംബം. കാരണം നമ്മള് നല്ല രീതിയിൽ തന്നെ എല്ലാവരും ജീവിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്നാണ് നമുക്കൊരു വേദനയും കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷെ അപ്പോഴും ഞങ്ങൾ എല്ലാവരും ഒരു കെട്ടായിട്ട്, എനിക്കൊരു വേദന വന്നാലും ഇവരെല്ലാവരും ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ വേദന വന്നാലും എല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിന്റെ ഏട്ടനാണെങ്കിൽ ശരി, ചേച്ചിമാർക്കാണെങ്കിൽ ശരി, ഒക്കെ. പണ്ടൊക്കെ എനിക്കില്ലേ ഒറ്റ മോളായിട്ട് ഇരിക്കുന്നതാണ് ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ഇപ്പോഴത്തെ മമ്മിയുടെ ഒരു ഇത് കാണുമ്പോ എനിക്ക് ഒരുപാട് സിബ്ലിങ്സ് വേണം തോന്നുട്ടോ. കാരണം ഇത് അത്രയ്ക്ക് അടിപൊളിയാണ് ഗൈസ്. യു ഗൈസ് ആർ സൂപ്പർ. എന്തെല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത്. മാമയ്ക്കുള്ള ഒരു ഇതെന്താ വെച്ചാ, മാമയ്ക്ക് 4 പെങ്ങന്മാർക്ക് എന്തൊരു ആവശ്യം വന്നാലും അവൻ മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടിട്ട് എന്ത് ഒരു മാസ ലുക്കൊക്കെ എപ്പോ ആണെങ്കിലും ആള് ഭയങ്കര ഒരു ഹാർഡ് വർക്കർ ആണ്. ഒരുപാട് അവൻ അച്ചീവ് ചെയ്യണതിൽ കൂടുതൽ അവൻ ചെയ്തിട്ടുമുണ്ട്. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്കൊക്കെ എത്തട്ടെ. കാരണം ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കേണ്ട വെച്ചാൽ എത്രയും ഞങ്ങൾ അവൻ ഒരാളായതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അടിയും വഴക്ക് ഞങ്ങൾ ഫൈറ്റൊക്കെ ഉണ്ടാക്കും. ഫൈറ്റൊക്കെ ഗംഭീരാണ്. നമ്മള് അത്രയും സ്നേഹമുണ്ട് കേട്ടോ. നമ്മള് പറയില്ലേ സ്നേഹമുള്ളിടത്താണ് വഴക്കുണ്ടാവുക. അങ്ങനെ പാപ്പ പറയും എപ്പോഴും വഴക്കുണ്ടായതുകൊണ്ട്. മാമ കുറച്ച് ഇൻട്രോവേർട്ടാണ്, ഷൈ ആണ്. ഞങ്ങള് കംഫർട്ട് കൊണ്ട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. മിണ്ടുന്നതൊന്നും ഉണ്ണിയെടുത്തും ഒന്ന് തന്നെ ചേച്ചിയെടുത്തും. പിന്നെ മാമിക്ക് അങ്ങനെ കുറച്ച് മാമിക്ക് ഒരു ഇത് വരണം കേട്ടോ. മിണ്ടുന്ന അങ്ങനെയല്ല. ഉണ്ണി എങ്ങനെ വെച്ചാൽ അവൻ മിണ്ടിയില്ലെങ്കിൽ കുത്തി മിണ്ടിപ്പിക്കും. ഭാവി അങ്ങനെയാണ്. അവനാവുന്നതും മിണ്ടാതിരിക്കും. പക്ഷെ മിണ്ടാൻ തുടങ്ങിയ നന്നായിട്ട് മിണ്ടും. ഇവരുടെയൊക്കെ അച്ഛപാവം ഇവരുടെയൊക്കെ ഇനിയും 2 പേരും മിസ്സിംഗ് ആണ്. 2 പേരല്ല 3 പേര്. സാനുവേട്ടനും കൂടെ ഉണ്ട്. പിന്നെ ഈ സ്വീറ്റ് ഗേൾ ഉണ്ണി ആൻഡ് ഭാവി ആണ് ഇവരുടെയൊക്കെ മക്കള്. ഇത് നമ്മുടെ അടുത്ത ജനറേഷനിൽ പെടും. ഈ ജനറേഷനിലും പെടില്ല. ഇത് വേറെ അടുത്ത ജനറേഷനിൽ പെടും. എവിടെ ഉണ്ണിച്ചേച്ചി എവിടെ ഉമ്മ വെച്ച് എന്ത്
എന്തൊക്കെയോ ചെക്കൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉദ്ദേശിച്ചു. അതെ. സന്തോഷം വന്നിരിക്കുകയാണ്. അപ്പൊ ഓക്കെ ഗൈസ്, എന്തായാലും സന്തോഷായി. ഇതൊന്നും എന്താ നമ്മൾ എന്ത് ചെയ്ത പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കൂടിക്കാഴ്ചയായിരുന്നില്ല. എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം അടിപൊളിയായി. എനിക്കൊരു കാര്യം കൂടി പറയണ്ടേ. അപ്പൊ ഞാൻ മൂത്ത ചേച്ചിയാണ് വെച്ചാലും ഞാൻ അമ്മ വിളിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എന്താ തെറ്റിദ്ധാരണ, ഇങ്ങനെ എന്താ വിളിക്കുന്നത് തോന്നും. അത് നമ്മൾ മൂത്ത ആളായതുകൊണ്ട് ഒരു അമ്മയുടെ ഒരുപോലെ സ്നേഹം തന്നിട്ട് നമ്മളെ നോക്കണം. അതെ, ഞാൻ എന്റെ വാവക്കുട്ടീനെ നോക്കണ പോലെ. അപ്പൊ രണ്ടാമത്തെ ആള് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിയിരിക്കും. അപ്പൊ ഞാൻ രണ്ടാനമ്മന്നാ വിളിക്കുന്നത് കേട്ടോ. വല്യമ്മ രണ്ടാനമ്മയുടെ സ്ഥാനം തന്നത്. വിഷമമുണ്ടോ? ഹൈറ്. അപ്പൊ എല്ലാവരും നമ്മള് സന്തോഷം വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മറിച്ച് സന്തോഷിക്കുക. അപ്പൊ അതാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനൊന്ന് കൂടിയത് എന്താ വെച്ചാൽ നമ്മളൊരു ഫംഗ്ഷനോ അതൊന്നും ആയിട്ടല്ല. ഈ ചേച്ചിക്ക് വയ്യായിരുന്നു, അവൾക്ക് വയ്യാതായപ്പോ ഓരോരോ ആൾക്കാരായിട്ട് വന്നതാട്ടോ, കാണാൻ വന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ താരം പിന്നെ ഞാൻ ഏട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ട് ഈ സമയത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു അവനെയും കൂടി വരാൻ പറയാനും. പിന്നെ കണ്ണനും അച്ഛനും ഒക്കെ ലീവാണ്, പിന്നെ ചേച്ചിയും. അപ്പൊ എല്ലാരും വരാറ്. അപ്പൊ അമ്മ അച്ഛനും ചേച്ചി കുറച്ച് മാസങ്ങളായിട്ട് ലീവിലാണ്. കാല് നോക്കിയോ, അത്രയും നീരാട്ടോ. കാരണം വീണിട്ട് 5-6 മാസമായി. ഇനി അത് റിക്കവർ ആവാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നീരൊക്കെ വരിക. പാദസരൊക്കെ ഇട്ടിരുന്നു. ഞാൻ ചോദിച്ചേ പാദസര എവിടെയെന്ന്. ആൾക്ക് നല്ല ഇഷ്ടാ. അപ്പൊ ഇടാൻ പറ്റണില്ലാന്ന്. സ്വർണ്ണപ്പാസം ഭയങ്കര ഇഷ്ടാ. കൊള്ളണില്ല അല്ലേ? നമ്മൾ എന്താണോ ചെയ്യണത് അതാണ് ഇപ്പൊ ഫാഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഒരു കാലിലിട്ട് നടന്നോ, കാരണം ആഗ്രഹമല്ലേ, അതിങ്ങനെ നടക്കട്ടെ എന്ന്. അപ്പൊ അത് ഇടാൻ പറ്റുമോ ചോദിക്കുക പാവം. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഉറക്കം വന്നു തുടങ്ങി. വാ പോവാ. നമ്മള് ഫുഡ് കഴിക്കാം. മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാരും കഴിക്കാൻ വരൂ. പൊന്നുമക ഹാപ്പിയാണോ? 100% ഹാപ്പിയാണോ? സന്തോഷം. അമ്മ പഠിക്ക ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. എല്ലാവരുടെ അടുത്തും ഒരു ഹായ് പറഞ്ഞോ. ഹായ് ഹായ്. അബ്ബിർക്ക് എന്തെങ്കിലും ചോദിക്കണ്ട ചോദിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെ ആരും ഒന്നിച്ചിങ്ങനെ കൂടിയിട്ടില്ല. ഹാപ്പിയാണോ? എല്ലാരും കൂടെ ഒന്നിച്ച് കൂടിയതിൽ വളരെ സന്തോഷം. ഇവിടെ രണ്ടാനമ്മയ്ക്ക് അതിലും സന്തോഷം. ഇവിടെ മൂന്നാനമ്മയ്ക്ക് എനിക്കും ഒരുപാട് സന്തോഷം. എന്നെ കാണാനല്ലേ ഇവരെല്ലാരും വന്നിരിക്കുന്നത്. പൊലിവയില്ലങ്ങട്. മാമയുടെ ആ 2 അമൂല്യമായ വാക്കുകൾ കേൾക്കാനാണ് ഇവിടെ എല്ലാരും കാതോർത്തിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇതിലൂടെയൊക്കെ ഇരിക്കാൻ. എല്ലാ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് 2-3 ആൺകുട്ടി ബ്രദർമാര് ഇല്ല പറഞ്ഞിട്ട് എല്ലാം പെങ്ങന്മാരാണ് പറഞ്ഞ സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഇപ്പോഴാണ് അതിന്റെ വില അറിയണത്. എന്തെങ്കിലും വന്നാൽ കൂടെ പെങ്ങന്മാരാണ് ഓടി ഫസ്റ്റ് വരുന്നത്. എന്റെ ചെറിയച്ഛനന്മാരുടെ വീടിനും വെച്ച് ഡിഫറെന്റ് ആയിട്ടായിരുന്നു ഞങ്ങളുടെ വീട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം പെങ്ങന്മാരായതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും ഇതിന്റെ കൂടെ ജനിക്കണമെന്നൊരു മക്കളിനെ പറ്റിട്ടുണ്ട്. പിന്നെ ഉണ്ണിയും ഭാവിയും പറഞ്ഞാൽ അവർ ഇതിനു മുമ്പ് എങ്ങനെയാണെന്ന് ഞാൻ ഒരുപാട് അത്ര അടുത്തറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഒരു ടാർജർ വന്നതിന് ശേഷമാണ് ഉണ്ണി അവിടെ എങ്ങനെ നിൽക്കുന്നുണ്ട് അതാ രീതിയിൽ ബാങ്കിലാണെങ്കിൽ ശരി എല്ലാം നന്നായി നോക്കുന്ന ആണിയും വെച്ച് പവർഫുള്ളായിട്ട് നന്നായി എൻ്റെ കീപ് ഇറ്റ് അപ്പ്. താങ്ക്സ്. അവിടെ വേറെ ബ്ലോഗർ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്യാണ്? എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീ 2 വർഷം മുമ്പേ തുടങ്ങണമായിരുന്നു. നിന്റെ കാലിന്റെ ഞാൻ ആദ്യം നിന്റെ വേണ്ട, അവരിഞ്ഞില്ലേ ഇനി അവര് കൈ കൊണ്ടും കണ്ണുകൊണ്ടും മോതിരം കൊണ്ടാണ് കേട്ടോ അവര് പരിപാടി. എവിടാ മോതിരം? എവിടെ നീ? മിണ്ടായിരിക്കും. ഓക്കെ ഗൈസ്, എന്റെ മാമയുടെ ഒരു സിഗ്നേച്ചർ സാധനം കാണിച്ചില്ല. മാമ റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവര് ഇത് വെച്ചിട്ട് ഞങ്ങൾ അറിയാണ്ട് പല കള്ളക്കളികൾ നടത്തിയിട്ടുണ്ട് ഈ ഉണ്ണിയൊക്കെ. അതൊരു സീക്രട്ട് ആയിരിക്കും, ആർക്കും പറഞ്ഞു. അതെ പലതുണ്ട്. അതെ എല്ലാം ഉണ്ട് അല്ലേ. പിന്നെ എന്തോ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അത് മറന്നു. അപ്പം എന്തായാലും നമുക്ക് പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് കുറേ കാലമായി നമ്മൾ എല്ലാവരും കൂടി ഒന്നിങ്ങനെ
ഒത്തുനിന്നത്. പക്ഷെ ഇതുവരെ നടന്നില്ല. പക്ഷെ യാദൃശ്യമായിട്ട് പെട്ടെന്ന് നമ്മൾ വിചാരിക്കാണ്ട് നടന്നതാട്ടോ. പക്ഷെ ഇവരെന്താ എല്ലാരും ഓടി ഓടി വരുന്ന വെച്ചാ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് എല്ലാരും ഓടി വരികയാണ്. നമുക്ക് ചോറുണ്ടോ? നിങ്ങൾക്കൊന്നും പറയില്ലേ ചോദിച്ചപ്പോ ചോറ് വേണം. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. ചേച്ചിക്ക് എന്തെങ്കിലും പറയണോ? ചേച്ചി പറയൂ. എനിക്ക് ഈ ഫാമിലിയിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞാനായിരുന്നു ചിലപ്പോ ഫൈറ്റ് ഉണ്ടായാലും എനിക്ക് 4 പെങ്ങന്മാരും, അതായത് ഏട്ടന്റെ 4 പെങ്ങന്മാരും എന്റെ 4 നാത്തൂന്മാരും ഫുൾ സപ്പോർട്ടാണ്. എന്താ അഭിപ്രായം? അതുകൊണ്ട് ഞാൻ വിട്ടു പോവില്ല. അവന് ഞങ്ങൾ ഒഴിവാക്കേണ്ടി വരും, പക്ഷെ ഇവിടെ ഒഴിവാകില്ല എന്നാ പറയുന്നത്. നമ്മൾ ആരും ഒഴിവാകും വേണ്ട, ഒന്നും വേണ്ട. ചെറിയ ജീവിതമാണ്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. അടിയും വഴക്കൊന്നും ആരും ഉണ്ടാക്കാതെ ജീവിക്കുക. അപ്പൊ ചോറ് തരാം. കാല് ഇങ്ങനെ ആയിട്ട് 6 മാസമൊക്കെ ആയിട്ടോ പാവം. ഇങ്ങനെ ഒരു കാല് വീണിട്ട് ഇങ്ങനെ ഒടിഞ്ഞ് കമ്പിയൊക്കെ ഇട്ടിട്ടൊക്കെയാണ്. പക്ഷെ അതിപ്പോഴും ശരിയായിട്ടില്ല. നീരും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അല്ല കേട്ടോ, വരമ്പത്തിന്റെ മുകളിൽ നിന്ന് വീണതാണ്. അപ്പൊ എന്തായാലും വന്നോളും, ഫുഡ് കഴിക്കാൻ വന്നോളും. അതെ അച്ഛമോളെ. ഇവനും ഇവളും ചേട്ടനും അനിയത്തിയാണ്. ഇല്ല വീഡിയോ എടുക്കില്ല, പൊക്കോൾ രണ്ടാളും പൊക്കോൾ. അത് എടുക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. പിന്നെ നമ്മളെ കുടുംബത്തിൽ ഇപ്പോൾ ഒരാളായിരുന്നു യൂട്യൂബ് ഉണ്ടായിരുന്നത്, നമ്മളായിരുന്നു. ഇപ്പൊ യൂട്യൂബറിനെ തട്ടി മറിഞ്ഞിട്ട് നടക്കാൻ പറ്റണില്ല. ഫസ്റ്റ് ഇരിക്കുന്നത് എന്താണ് സ്പാർക്ക്. അപ്പോൾ രണ്ടാമത് ഇരിക്കുന്നത് ആര്യൻസ് വിത്ത് ഫാമിലി. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അവരിനെയും പോയിട്ട് നമ്മളുടെ സുത്തുമണീനെയും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അവരിടുന്ന വീഡിയോ നല്ല പൊളി അടിപൊളി ഡാൻസ് വീഡിയോസൊക്കെയാണ്. നാളെ വരും തലമുറയ്ക്കുള്ള നല്ലൊരു ഡാൻസേഴ്സാണ് അല്ലേ അച്ഛമ്മ? ഓക്കെ. എന്തേ അതണ്ട ഭർത്താവിന് ഞങ്ങൾ അവിടെ ഇരുത്തിയപ്പോൾ സമാധാനം ഇല്ല കേട്ടോ. അപ്പൊ ഭർത്താവിന് നമ്മൾ അവിടെ ഇരുത്തിയപ്പോൾ സമാധാനം ഇല്ല. വേഗം വന്നിട്ട് അടുത്ത് വന്ന് ഇരുന്നിരിക്കുകയാണ്. ഹായ് എന്തായാലും കഴിച്ചോ? എങ്ങനെയുണ്ട്? നന്നായിട്ടോ? എന്നപ്പോ ചോദിക്കുമ്പോഴത്തേനും ഇങ്ങനെ എങ്ങനെയുണ്ട് പൊന്ന? നന്നായിട്ടോ? അവന്റെ കണ്ണപ്പോന് പനിയൊക്കെ പിടിച്ചിട്ട് ആളത്തിരി ഇതായി. ഏട്ടാ എങ്ങനെയുണ്ട്? നന്നായിണ്ടാ? ശരി. രണ്ടാളും കൂടെ തല്ലി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ കരഞ്ഞു കേട്ടോ. ചെറുക്കൻ കരഞ്ഞോളൂ. ഉമ്മ ചോദിച്ചു 3 നേരം തരണം പറഞ്ഞപ്പോ. വേണ്ടല്ലോ, മെല്ലിന് കടിക്കുള്ളൂ. ഇല്ല വലുക്ക് കടിക്കില്ല. ഇല്ല അപ്പൊ എല്ലാരും ഫുഡ് കഴിക്കണം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി. അമ്മയും അച്ഛനൊക്കെ കഴിച്ചു കേട്ടോ. അതുകൊണ്ട് അവിടെ എല്ലാരും പോയിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൽ ഇരിക്കേണ്ടതൊക്കെ തറയിലിരിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാരും തറയിലിരിക്കുന്നു. മമ്മി ബീഫ് വെക്കുക പറഞ്ഞാ വല്യമ്മ വെച്ചു. ലാസ്റ്റ് കൊണ്ട് മമ്മി റെഡിയാക്കാൻ പോയി. പക്ഷെ അതങ്ങോട്ട് മമ്മിയുടെ അങ്ങോട്ട് ഇതിൽ റെഡിയായി വന്നില്ല. അതെന്താ അങ്ങനെ ചോദിച്ചു? നന്നായിട്ടില്ല. അതെ, അത് കാരണം മമ്മി ഫസ്റ്റിന് നന്നായിട്ട് വയറ്റും. അത് ആ ഒരു ഇത് സെറ്റിലേക്ക് എത്തിയിട്ടില്ല. കഴിച്ചില്ലേ? അപ്പോൾ നമ്മളുടെ ഉണ്ണിച്ചക്കൻ വന്നു ആ കുട്ടീനെ ആക്കിയിട്ട് കേട്ടോ. ഉണ്ണിച്ചക്ക എല്ലാവരും കഴിക്കും. ഉണ്ണിച്ചക്ക ഞാൻ മാത്രം കാത്തിരിക്കും ഉണ്ണീനെ. ആ കുട്ടീനെ അവിടെ കോളേജ് കൊണ്ടാക്കിയില്ലേ? അതെ, നേരെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടോ? അതെ, നേരെ നോക്കി പോകാൻ പറഞ്ഞില്ലേ? അതെ കഴിക്ക, അവരൊക്കെ കഴിക്ക. കണ്ണുകൂടെ വെള്ളം വന്നിട്ടേ എന്ത് പറ്റി? ആ വണ്ടി ഓടിച്ചിട്ട് അല്ലേ? നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇതില് 2 ഇതുണ്ട്. ഒന്ന് വാക്കുട്ടി, ഇവരെല്ലാരും വന്നപ്പോ വാക്കുട്ടി അവരുടെ ടൂറ് പോയിരിക്കുകയാണ്. രണ്ടാമത് എല്ലാവരും ഒന്നിച്ചൊരു ഇത്. പിന്നെ ഇവരൊക്കെ നമ്മളെ ഇങ്ങനെ ഇപ്പോൾ നമ്മളെ സമാധാനിപ്പിക്കാൻ കൂടി എല്ലാവരും ഒരുമിച്ചും കൂടി വന്നതാണ് കേട്ടോ. ആരെങ്കിലും ആയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ബൈ.